ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിക്കാം. പിന്നെ നമ്മുടെയൊക്കെ മലയാളീസിന്റെയൊക്കെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സാധനം, അതായത് നമ്മുടെ ചീര എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതല്ലേ. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീര ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജി അല്ലേ, ആർക്കും ഇഷ്ടമില്ലാഴിയില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇത്തവണ ചീര നട്ടായിരുന്നേ. അപ്പം നമുക്ക് കുറച്ച് ദിവസമായി ഇത് പറിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് പറിക്കാമെന്ന് ഓർത്തു. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം നമുക്കറിയാം, എല്ലാവർക്കും അറിയാലോ ചീര ഏറ്റവും ടേസ്റ്റിയാണ്. അതുപോലെ ഒത്തിരി അയൺ ഉണ്ട്, വിറ്റാമിൻ എയും സി എല്ലാം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം പിന്നെ നമുക്കിന്ന് പറിച്ചു നോക്കാം, വാ. ഞങ്ങളുടെ ഗ്രീൻ ഹൗസിലാണ് ഉണ്ടായിരിക്കുന്നത്. ഒത്തിരി ചീര ഉണ്ടായിട്ട് ഇതൊക്കെ ഇച്ചിരി വലുതായി. ഞാനത് വിത്തിന് വേണ്ടി വെച്ചേക്കുവാണ്. അടുത്ത വർഷം എങ്ങനെയാവും നോക്കാം നമുക്ക്. പിന്നെ അപ്പോൾ പറിച്ചു നോക്കാം. ബാജു നമുക്ക് പറിക്കാം. മുഴുവൻ പറിച്ചു കേട്ടോ. ഇനി കുറച്ച് ഞങ്ങൾ വിത്തിന് മാത്രമേ വെച്ചിട്ടുള്ളേ. എന്തേലും ഉണ്ടെന്ന് നോക്കിക്കേ. ഒരു ഫുള്ള് കൊട്ട നിറച്ചുണ്ട്. പിന്നെ വേണ്ട ഒരു മുറം, ഫുൾ മുറം, വലിയൊരു മുറം നിറച്ചുണ്ട്. എനിവേ ഇത്തോണ്ട് ചീരകൃഷി നല്ല ലാഭമായിരുന്നു. നല്ല രസമായിട്ടുണ്ട്. നല്ല ചുമന്ന ചീരയാണ്. മമ്മി നാട്ടിൽ നിന്ന് തന്നു വിട്ടാണ് അതിൻ്റെ വിത്ത് കേട്ടോ. ഞാൻ അടുത്ത വർഷത്തേന് ഞാൻ നോക്കട്ടെ, വിത്ത് പിടിച്ചുണ്ടാക്കാവോ നോക്കാം. എനിവേ നിങ്ങളെല്ലാം കണ്ടോ. അപ്പം നമുക്ക് ഇവിടെ ചീരകൃഷി ചീര ചെയ്യാമെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. എന്താണേലും എല്ലാവരുടെയും വീട്ടിൽ വെച്ച് നോക്കുക. ഗ്രീൻ ഹൗസ് ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ അത്രയും പ്രോപ്പറൊന്നും അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. എനിവേ നല്ലതായിട്ട് ചീര ഉണ്ടായിട്ടുണ്ട്. അപ്പം താങ്ക് യു. ഓക്കെ, ബൈ.